ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി ഞങ്ങളുടെ ആദരണീയനായ ചെയർമാനെ ക്ഷണിച്ചുകൊള്ളും. ബഹുമാനായ സ്പോർട്സ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സാർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, യഥാർത്ഥത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് നമ്മുടെ ബഹുമാന്യനായ MLA ഇബ്രാഹിം സാഹിബാണ്. അദ്ദേഹം കുറച്ച് വൈകിയാണെങ്കിലും എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പരിപാടിയുടെ സമാപന കർമ്മത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. മന്ത്രിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ടത് ഉള്ളത് കൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ പരിപാടി നടത്തേണ്ടി വന്നത്. നമ്മൾ പൊതു സ്റ്റേജിൽ വെച്ച് കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടി നടത്തണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. എന്തായാലും സമയത്ത് തന്നെ ഈ പരിപാടിയിലേക്ക് വരികയും ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലും മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് മുതൽ അക്കാഡമിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഉത്സുകതയോടുകൂടി തന്നെ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇതിൻ്റെ ഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, ഇങ്ങനെ ഈ ജില്ലയുടെ മന്ത്രി എന്ന നിലക്ക്, ഈ ജില്ലയിലെ ഏക അക്കാഡമി എന്ന നിലക്കും മാപ്പിളകല അക്കാഡമിയുടെ മുന്നോട്ടുള്ള പ്രവാഹത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അക്കാഡമിയുടെ ഒരു പ്രോഗ്രാം വേണമെന്നത് സാറിൻ്റെ കൂടി ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് കഴിഞ്ഞ അവാർഡ് വിതരണ പരിപാടി നമ്മൾ തിരൂരിൽ വെച്ചാണ് നടത്തിയത്. അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിൻ്റെ ശാഖകളെ ഉണ്ടാക്കി ഇതിൻ്റെ സന്ദേശം നമ്മൾ പുറത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ പല ഭാഗത്തും സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് തുടങ്ങുകയും വളരെ വിജയകരമായ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് വികസിക്കാനുള്ള പരിമിതികൾ, സ്ഥല സൗകര്യം എന്നിവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം TV ഇബ്രാഹിം MLA ഒരു കെട്ടിടം അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നു. കൂടുതൽ കോഴ്സുകൾ തുടങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സ്ഥലപരിമിതിയുണ്ട്. എന്നാലും മറ്റെല്ലാ കാര്യങ്ങളും സമയാസമയത്ത് തന്നെ നമ്മുടെ സെക്രട്ടറി ബഷീർ ചുങ്കത്തറയുടെ ഉത്സാഹത്തോടു കൂടി നമ്മുടെ അക്കാഡമിയിൽ നടക്കുന്നു. പുതിയ പദ്ധതികളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടി, കാരണം നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഒരു 10,000-ഓളം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ അല്ലെങ്കിൽ സജഷൻസ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് എല്ലാവിധ പിന്തുണയും ഈ നാട്ടുകാരിൽ നിന്ന് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രാവശ്യത്തെ പരിപാടിയിൽ നാട്ടുകാരുടെ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു സഹകരണം. നമുക്ക് വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ ഈ ക്യാമ്പസ് തിങ്ങി നിറഞ്ഞ് പോകുന്ന അവസ്ഥ നമ്മളെല്ലാ ദിവസവും കാണുന്നുണ്ട്. അത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റമാണ്. മാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കേരളത്തിൻ്റെ സംസ്കൃതിയിൽ തന്നെ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ അറബി മലയാളവും മാപ്പിളമാരുടെ ജീവിതവും ശൈലിയും വേഷവും വേഷഭൂഷാദികളും ഭക്ഷണവും എല്ലാം. ഇതെല്ലാം കേരളീയതയുടെ ഭാഗമാണ്. അറബി മലയാളം വന്നതിന് ശേഷമാണ് മലയാള ഭാഷ തന്നെ ഉരുത്തിരിയുന്നത്. അപ്പോൾ ആ നിലക്ക് മലയാള ഭാഷയുടെ ജനനത്തിൽ തന്നെ അറബി മലയാളത്തിൻ്റെയും അതിൻ്റെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ സ്വാധീനമുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്
അദ്രൈമൻ സാർ തന്നെ ഇവിടെ പറയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ബാലൻ സാർ മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഇതിന് രണ്ടാമത് ഒരു കേന്ദ്രം കോഴിക്കോട്ട് ജില്ലയിൽ നാദാപുരത്ത് തുടങ്ങിയത്. അതും വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് മിനിസ്റ്ററുടെ മുമ്പിൽ പറയാനുള്ളത്, കുണ്ടോട്ടിയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, ഇതിൻ്റെ ശാഖകൾ പല ഭാഗത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ വേണം. നമ്മൾ അടുത്തിടെയായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ പാരമ്പര്യ രീതിയിൽ നിന്ന് പുതിയ ശാഖകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗസലും സൂഫി ഗാനങ്ങളും കവാലികളും ഒക്കെ മാപ്പിള സംഗീതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ അത് വന്നിട്ടുണ്ടെങ്കിലും അത്ര ജനകീയമായിരുന്നില്ല. അപ്പം ഇത് മനസ്സിലാക്കി തന്നെ അതുകൂടി ഗസലും ഹിന്ദുസ്ഥാനിയും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഉപകരണ സംഗീതത്തെക്കുറിച്ചും അതുപോലെ മറ്റ് ശാഖകളെക്കുറിച്ചും മ്യൂസിക്കൽ ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് അക്കാഡമി ആലോചിക്കുന്നുണ്ട്. അക്കാഡമിയുടെ കീഴിൽ പുതിയ ഗ്രന്ഥങ്ങൾ നമ്മൾ ഒരുപാട് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും പ്രധാനം മാപ്പിളപ്പാട്ടുകൾ, മൊയ്ൻകുട്ടി വൈദ്യരുടെ കവിതകളുടെ 3 വോള്യങ്ങളിലുള്ള സമാഹാരമാണ് നമ്മൾ ഇറക്കിയത്. അടുത്ത് തന്നെ നമ്മൾ മൊഹീദ്ദീൻ മാലയുടെ ഇംഗ്ലീഷ് വേർഷൻ ഇറക്കാൻ പോവുകയാണ്. ആ ഒരു പരിപാടിയുണ്ട്. പിന്നെ അദ്രൈമൻ സാറ് മുൻകൈയെടുത്തുകൊണ്ടാണ് നമുക്ക് ഒരു ഇശൽ വാണി എന്ന ഒരു റേഡിയോ സ്റ്റേഷൻ, ഒരു റേഡിയോ പരിപാടി നമ്മൾ തുടങ്ങിയത്. പക്ഷെ സാങ്കേതിക കാരണങ്ങളിൽ കുറച്ചു കാലം അതിന് തടസ്സം നേരിട്ടുവെങ്കിലും അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത മാസം മുതൽ കുറച്ചുകൂടി നന്നായി അത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മാപ്പിള സംഗീതവും മാപ്പിള കലകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിന് ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ പുറം ലോകത്ത് എത്തിക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം അതിൽ വളരെ പ്രധാനമാണ് ഇശൽ പൈതൃകം എന്ന മാസിക. അത് ആദ്യം സാധാരണക്കാരുടെ ഒരു മാസികയായിരുന്നു. പക്ഷെ നമ്മൾ UGCക്ക് എഴുതുകയും UGCയുടെ നിർദ്ദേശപ്രകാരം UGCയുടെ അംഗീകാരം ലഭിക്കുകയും അങ്ങനെ അത് ഗവേഷണത്തിൻ്റെ ഒരു മാസികയായി മാറുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ സാധാരണക്കാർക്ക് വായിക്കാൻ കഴിയാത്തൊരു മാസികയായിട്ടുണ്ട്. ഗവേഷണ കുതുകികൾ അവരുടെ ആർട്ടിക്കിൾസൊക്കെയാണ് അതിൽ വരുന്നത്. അത് അധികവും ഇംഗ്ലീഷിലാണ്. എന്നാലും ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ഒരു മാഗസിൻ എന്നുള്ള രീതിയിൽ ഒരു ഓൺലൈൻ മാഗസിനെങ്കിലും തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പുതിയ പാട്ടുകൾ ഇപ്പോൾ ഈ സദസ്സിലുണ്ട് തോന്നുന്നു. സലാംക്ക പോയോ? ഫോക്കസ് മാൾ സലാംക്ക ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. അതുപോലുള്ള ആളുകളുടെ ഒരുപാട് പുതിയ പാട്ടുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. പക്ഷേ ഇത് എവിടെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് മുന്നോട്ട് പോകണം. ഇവിടെ ആര് വരുന്നു ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഈ സംഭവങ്ങൾ യഥാവിധി മുന്നോട്ട് പോകണം. അതാണ് ആവശ്യം. ആ രീതിയിലേക്ക് ഒരു പ്രചോദനം തന്നുകൊണ്ടാകും ഓരോ കമ്മിറ്റിയും പോകുന്നത്. അതുകൊണ്ട് ഈ കമ്മിറ്റിയും ഞങ്ങളൊരു പ്രചോദനം കുണ്ടോട്ടിക്കാർക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹിക വരുന്ന ആളുകൾക്കും നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല. നമ്മളെ സർക്കാർ ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്തം നന്നായി നിറവേറ്റി അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം. കാരണം ഞങ്ങളെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും എപ്പോഴും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ചോദിക്കുക. നന്നായി പോകുന്നില്ലേ, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, മിസ്റ്റർ ബാലഗോപാൽ അതിൻ്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് നമ്മോട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറിന് ഇവിടെ വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം എല്ലാ കാര്യത്തിലും നമുക്ക് ആവശ്യമുള്ള പിന്തുണ തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മളോട് വളരെ ഒട്ടി ഉമ്മ വെച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സർക്കാർ ചെയ്തു തരുന്ന ഈ സേവനങ്ങളോട് ഞങ്ങൾക്ക് എന്നും നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി
ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പേരിൽ ആരംഭിച്ച ഈ അക്കാദമി അതിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ മാപ്പിള കലാസാഹിത്യ രംഗത്ത് നിരവധി സംഭാവനകൾ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യർ മഹോത്സവം ആരംഭിച്ചതിന് ശേഷം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സഹകരണമാണ് നമുക്ക് ലഭിച്ചു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 23-ന് ആരംഭിച്ച് ഇന്ന് 28-ാം തീയതി ഈ മഹോത്സവം സമാപിക്കുമ്പോൾ സാംസ്കാരിക രംഗത്തുള്ള പുതിയ പ്രവണതകളെ അത് മാപ്പിള കലാ സാഹിത്യവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാനും അത് വിലയിരുത്താനും നമുക്ക് ഈ ഒരു കാലയളവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ചെയർമാൻ ഹുസൈൻ രണ്ടത്താണി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കേരള സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ മുസ്ലിം സമൂഹം ഇടചേർത്തെടുത്ത സൗഹാർദ്ദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും മാനവികതയുടെയും കലാസാക്ഷ്യമാണ് മാപ്പിള കലാരൂപങ്ങൾ. തദ്ദേശീയമായി രൂപം കൊണ്ട കലകൾ മുസ്ലിം ജീവിതത്തിലേക്ക് കൂടിച്ചേർന്ന് ഇന്ന് കാണുന്ന വ്യത്യസ്തമായ മാപ്പിള കലാ രൂപങ്ങളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ അതിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നവർ മതബോധ്യങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ തങ്ങളുടെ സാംസ്കാരിക ജീവിതത്തെ പുണരുകയും അല്ലാത്തവയെ ഉപേക്ഷിക്കുകയുമുണ്ടായി. മതവിരുദ്ധമല്ലാത്ത കലകൾ അതുകൊണ്ട് തന്നെ അത്തരം മാപ്പിള സാഹിത്യത്തെ മുസ്ലിം പണ്ഡിത സമൂഹത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാവാതെ തന്നെ അതിനെ സംരക്ഷിച്ചു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാപ്പിള കലയിൽ ആഗോള മുസ്ലിം സമുദായത്തിൻ്റെ മുഖമുദ്ര ആയി വീക്ഷിക്കപ്പെടുമ്പോഴും അത് ഏറ്റവും നല്ല രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ
മഹാകവി മൊയ്യൻകുട്ടി പേരിലുള്ള ഇത്തരത്തിലുള്ള അക്കാദമി കേരളത്തിൻ്റെ സർക്കാർ ആരംഭിക്കുന്നു. പടപ്പാട്ടും 18ഉം 11ഉം നൂറ്റാണ്ടുകളിലെ കോളനി വിരുദ്ധവും സാമന്ത വിരുദ്ധമായി നിന്ന പോരാട്ടങ്ങൾ ഇപ്പോൾ 1921 മാപ്പിള മഹാസമരത്തിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ മാപ്പിള പാട്ടുകൾ ഉയർത്തി പാടിയ കഥകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, പടപ്പാട്ടുകളൊക്കെ തന്നെ. പടപ്പാട്ടുകൾ കൊണ്ട് അത്തരം സമരങ്ങളിൽ ആശയപ്രചരണത്തിന് നല്ല രീതിയിൽ തന്നെ കൂട്ടപ്രതിരോധത്തിൻ്റെ ശക്തമായ ആയുധമായി തന്നെ അതിനെ ഉപയോഗപ്പെടുത്താൻ ആ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. മഹാകവി മൊയ്യൻകുട്ടി വൈദ്യരെ പോലുള്ള രചയിതാക്കൾ നമ്മുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് എളുപ്പമായി ആലപിക്കാനും ഓർക്കാനും കഴിയുന്ന വാചിക സാഹിത്യ രൂപത്തിലുള്ള ഗാനങ്ങളെ ഉപയോഗിച്ച് പ്രാദേശിക സംഘർഷങ്ങളെ നൈതികവും മതപരവുമായ കഥകളാക്കി പുനർരൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിലൂടെ പ്രത്യേകിച്ച് ഭൂസ്വത്വൽക്കരണവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ജനങ്ങളെ പ്രചോദിപ്പിക്കാനും കൂട്ടായ്മ പ്രസ്ഥാനങ്ങൾ സജീവമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതാണ് 1921 മാപ്പിള ലഹരിയുടെ കാലഘട്ടത്തെക്കുറിച്ചും ഇതിനെ ഒരു താരതമ്യം എന്നുള്ള രീതിയിൽ പറയാൻ കാരണം ഈ ഒരു രാഷ്ട്രീയ പ്രഭാവം കാരണം അന്ന് വലിയ തോതിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ബ്രിട്ടീഷുകാർ പിരിച്ചിരുന്ന കരമായാലും അവരോട് ചേർന്നുകൊണ്ട് ഭൂപ്രഭുക്കന്മാർ സാധാരണക്കാരനെ, കൃഷിക്കാരനെ, കർഷക തൊഴിലാളിയൊക്കെ തന്നെ ചൂഷണം ചെയ്യുന്ന വലിയൊരു കാലഘട്ടത്തിനെതിരായിട്ടുള്ള സമരമാണ് 1921 സമരമെന്ന് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഈ ഒരു രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇതിന് മാധ്യമമായി നിൽക്കുന്ന ഈ സാഹിത്യത്തെ, പടപ്പാട്ടടക്കമുള്ള സാഹിത്യത്തെ അത് ഔദ്യോഗികമായി തന്നെ നിരോധിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായത്. ഭൂസ്വത്വവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് നയങ്ങൾ ജനങ്ങളെ പ്രചോദിപ്പിക്കാനും കൂട്ടായ്മ പ്രസ്ഥാനങ്ങളും സജീവമായി എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പ്രകോപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം. അതുകൊണ്ട് തന്നെ അത് നിരോധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഔദ്യോഗിക രേഖകളിൽ പോലും അത്തരം കാര്യങ്ങളെ മാറ്റി എഴുതാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത് വരെ നിരോധിച്ചൊരു സമയം അതിനോട് തുടർന്നുണ്ടായതാണ്. പിന്നീട് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷവും മലബാറിൽ മുസ്ലിം ദേവാലയങ്ങൾ തുടങ്ങാനുള്ള അനുമതി ഉണ്ടായിട്ടില്ല. പിന്നീട് കേരള രൂപീകരണ കാലത്താണ്
കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നീട് EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മലബാർ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം പള്ളികളുടെ നിർമ്മാണം തന്നെ ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച ആദ്യത്തെ പള്ളിയാണ് പെരിന്തൽമണ്ണയിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ആ പള്ളി. അപ്പം ഞാനത് പറഞ്ഞു കൊണ്ടുവരുന്നത്, ബ്രിട്ടീഷുകാർ ഈ ഭാഷയെ, മാപ്പിള കലാസാഹിത്യത്തെ എത്ര കണ്ടു ഭയപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവായിട്ടാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ കാണേണ്ടത്. ഈ ഔദ്യോഗിക രേഖകളിൽ നിന്നൊക്കെ ഒരു ഭാഷയെ ഒഴിവാക്കുക എന്നുള്ളത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം അതിന് മുതിരുക എന്ന് പറയുമ്പോൾ അത് ചെറുതായി നമുക്ക് കാണാൻ കഴിയുമോ? കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പുള്ള മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷുകാർ അവർക്കെതിരായി നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ഒരു ഭാഷ ഉപയോഗിച്ചു. അതിനെ നിരോധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആധാരതലങ്ങൾ പോലും നിരോധിച്ചു എന്നുള്ള രീതിയിലേക്ക് ഈ സാഹിത്യത്തിൻ്റെ ശക്തി വളർന്നു എന്നുള്ളതാണ്. അത് പിന്നീട് അനുഭവങ്ങളിലൂടെ ഒരു ശക്തമായ പ്രതിരോധം തന്നെ തീർത്തുകൊണ്ടാണ് മാപ്പിള കലാസാഹിത്യം നിലനിന്ന് പോന്നിട്ടുള്ളത്. അത് വ്യത്യസ്തമായുള്ള അനുഭവങ്ങളിലൂടെ, ചരിത്ര സത്യങ്ങളിലൂടെ, മാനസിക അനുഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ശേഖരമായി ഇന്ന് നിലകൊള്ളാൻ നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിന്, ഈ അക്കാദമിക്ക് കഴിയുന്നു എന്നുള്ളതാണ് വലിയ ചരിത്രമാണ്. ഒരു മോയിൻകുട്ടി വൈദ്യരുടെ പേരിലുള്ള ഒരു മാപ്പിള കലാസാഹിത്യ അല്ലെങ്കിൽ ഒരു അക്കാദമി എന്നുള്ളതിൽ എത്ര പാരമ്പര്യമാണ് അതിനുള്ളത്. സാമ്രാജ്യത്വ ശക്തികൾക്ക് പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു ഭാഷ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി എന്താണ് എന്നുള്ള ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ പുതിയ കാലഘട്ടവും വ്യത്യസ്തമല്ല. പുതിയ കാലത്ത് ഒരു പ്രത്യേക വേഷം ധരിക്കുന്നവരെ, അക്രമങ്ങൾ നടത്തുന്നവരെ പ്രത്യേകം തിരിച്ചറിയാമെന്നുവരെ പറഞ്ഞു വെക്കുന്ന ഭരണാധികാരികളുള്ള, അല്ലെങ്കിൽ ഭരണാധികാരികൾ ആയിരിക്കുന്ന ഒരു രാജ്യത്ത് ഇതേ സാഹിത്യത്തിൻ്റെയും ഇതേ അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു സമൂഹം അവരുടെ സമാധാന ശീലത്തോടെ, ശൈലിയിൽ തന്നെ, അവരുടെ വിശ്വാസം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റു മതങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സ്നേഹവും ബഹുമാനവും പരസ്പരം കൈമാറിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നു ഇതിനെ എതിർത്തതെങ്കിൽ പുതിയ കാലഘട്ടങ്ങളിൽ വരുന്ന പുതിയ ഭരണാധികാരികളും ഇതിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അടിച്ചമർത്താൻ നോക്കുന്നു എന്നുള്ളതാണ്. അത് വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ അനുഭവങ്ങൾ വായിച്ചും കണ്ടും പരിചയമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ. അപ്പോൾ ജാതി, മത, വർണ്ണ, ഭാഷ, ദേശാന്തരങ്ങൾക്ക് അപ്പുറത്തുള്ള എത്തിനോട്ടങ്ങൾ കൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിന് വലിയ രീതിയിൽ സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്തി പോരുക എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട നമ്മളെ ദൗത്യമായി, നമ്മുടെ കർമ്മമായി നമ്മൾ കാണുകയാണ്. കലാസാഹിത്യ രംഗങ്ങൾ ഇപ്പോൾ പലരും ഭയപ്പെടുന്ന, ഭരണകൂടം ഭയപ്പെടുന്ന ഒന്നായിട്ട് മാറിയിട്ടുള്ള ഒരു സാഹചര്യം. ഇപ്പോൾ ഏത് സാഹിത്യമായാലും കലയായാലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭയം
ഭരണകൂടത്തിന് വരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത് മാപ്പിള കലാ സാഹിത്യത്തോടപ്പുറം എല്ലാ സാഹിത്യവും സാഹിത്യകാരന്മാരും ഒക്കെ ഭരണകൂടത്തിൻ്റെ എതിരാളികളായി മാറുകയാണ്. ഇപ്പോൾ പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സിനിമകൾ പോലും നിരോധിക്കപ്പെടുന്ന കാലഘട്ടം, ആശയവിനിമയങ്ങൾക്ക് പോലും എതിർക്കുന്ന ഒരു ഭരണകൂടമായി ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം മാറുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യമായാലും ഇന്നത്തെ ഭരണകൂടങ്ങളായാലും എല്ലാം ഭയപ്പെടുന്നതും ആ ഭയത്തിൻ്റെ ഭാഗമായി എതിർക്കപ്പെടുന്നതും ഭാഷയും കലയും സാഹിത്യത്തെയുമാണ് എന്നുള്ളത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആലോചിച്ചാൽ അറിയും. ഇതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയണം. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ധാരാളമുള്ള സംസ്ഥാനമാണെങ്കിലും ചെറുതായൊക്കെ തന്നെ ആ വഴിയിലേക്ക് വഴുതി വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസത്തെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ചെറുതായെങ്കിലും കേരളത്തിൽ ഫലം കാണുന്നു എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ കഴിയുക ദുഃഖകരമായ ഒരവസ്ഥയാണ്. ജനാധിപത്യത്തെ സംരക്ഷിച്ച് നിൽക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായി തന്നെ കാണാനും അത് വിലയിരുത്താനും പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കാനും നമുക്ക് കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മഹാകവി മൊയ്ൻകുട്ടി ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ രചനകൾ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മഹത്തായ അക്കാദമി ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ മഹോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അബ്ബാസിനുള്ളൊരു അവാർഡും ഒരു പുസ്തക പ്രകാശനം കഴിഞ്ഞ മൂപ്പര് കേൾക്കോളൂ. പെട്ടെന്ന് പ്രസംഗം ചെയ്തു പറഞ്ഞാലും മുസ്തഫ പറഞ്ഞു എന്താ പറയണ്ടത്? അവനോട് വരാൻ പറയും. നമ്മുടെ വൈദ്യർ മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മുടെ വൈദ്യർ മഹോത്സവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ മഹോത്സവത്തെ വർണ്ണാഭമാക്കിക്കൊണ്ട് ഈ നാടിനെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ ഒരുക്കിയ ക്ലബ്ബുകൾക്കും മറ്റു സംഘടനകൾക്കുമുള്ള അക്കാദമിയുടെ ഉപഹാരവും, അതുപോലെ തന്നെ നമുക്കറിയാം കേരള
ഫോക്ലോർ അക്കാദമി 2023 അവാർഡ് ജേതാവ് അബ്ബാസ് തരിപ്പറമ്പ്, മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ഒരു അനുമോദനം ഈ വേദിയിൽ വെച്ച് മന്ത്രി നൽകുന്നതാണ്. അതിനായി അബ്ബാസിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി മന്ത്രിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാപ്പിള കലയുടെ പാരമ്പര്യവും മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ സാംസ്കാരിക പൈതൃകവും തലമുറകളിലേക്ക് പകർന്നു നൽകിയ അദ്ദേഹം നടത്തിയ സേവനത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് വൈദ്യർ അക്കാദമി നൽകിയിരിക്കുന്നത്. തുടർന്ന് കൊണ്ടോട്ടിയിലും മേലങ്ങാടിയിലും ബീഡി തെരപ്പ് തൊഴിലാളിയായിരുന്ന കുട്ടി ഹസൻ മേലങ്ങാടി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ പാടിപ്പറയുകയും ചെയ്തിരുന്ന അദ്ദേഹത്തെ മന്ത്രി സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അനുമോദിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പോയോ? അടുത്തായി ഘോഷയാത്രയിൽ പങ്കെടുത്ത അക്ഷര യൂത്ത് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അക്ഷരയുടെ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഘോഷയാത്ര മനോഹരമാക്കിക്കൊണ്ട് കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കൊണ്ടോട്ടി യൂണിറ്റ് നൽകിയിട്ടുള്ള ചിങ്കാരിമേള വളരെ വർണ്ണാഭമായ ഘോഷയാത്രക്ക് നൽകിയ ചിങ്കാരിമേള നൽകിയിട്ടുള്ള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കൊണ്ടോട്ടി താലൂക്ക് ട്രോമോ കെയർ യൂണിറ്റ് നമ്മുടെ ഈ അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ ട്രാഫിക് നിയന്ത്രണവും അതുപോലെ നമ്മുടെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്ത അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വൈദ്യർ അക്കാദമിയുടെ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിക്കുള്ള ഇസാൻ മുഹമ്മദ് എം അവർക്കുള്ള സ്നേഹോപഹാരവും നൽകുകയാണ്. ഫിറോസ മൊമെന്റോ. മുണ്ടക്കുളം ടൗൺ റാത്തീബ് സംഘം അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പോലെ മുണ്ടക്കുളം അതുപോലെ തന്നെ ഫീർ അലിഷാ റാത്തീബ് സംഘം ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫിറോസിനെ ക്ഷണിക്കുകയാണ്. ഫിറോസിനുണ്ട് ആ കുട്ടിക്ക് ഇതാ കുട്ടിക്കുള്ള ആട്ടോ കൊടുക്കാം. അവിടെ വെച്ചോ. ഇവിടെ അതുപോലെ ഇവിടെ ഒരു പുസ്തക പ്രകാശനം കൂടിയുണ്ട്. പ്രവാസിയായിട്ടുള്ള EK സൈദലവി പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇണ എവിടെ എന്നുള്ള ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതാ കുട്ടിക്ക്
പുറത്തുള്ള ആളാണ്, അതുകൊണ്ട് വരും. വൈദ്യർ അക്കാദമിയിൽ 6 ദിവസങ്ങളിലായി നടന്ന വൈവിധ്യമാർന്ന പരിപാടികൾ നിറസാന്നിധ്യമായിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇതുമായി സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും രേഖപ്പെടുത്തുന്നു.